അതായത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വൻപാപങ്ങൾ വിടയണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള വൻപാപം എന്ന് പറയുന്നത് ഇസാഅത്തു ഇലൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് തിന്മ ചെയ്യല, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്നത്. നമ്മളൊരു പിതാവോ മാതാവോ ആകുമ്പോൾ മനസ്സിലാവും. ഈ ഇറങ്ങി ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്നാമത്തെ തെറ്റ് അവിടെ തുടങ്ങി. ഒന്നാമത്തെ തെറ്റ് സ്വന്തം ഉമ്മയും വാപ്പയും വിഷമിപ്പിച്ചു. അല്ലെ, പ്രേമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓനെ തന്നെ കെട്ടണം. എന്താ പെണ്ണെ, ഇങ്ങനെയൊക്കെ ബുദ്ധിയില്ലാത്ത പണി നമ്മുടെ കുട്ടികൾ ചെയ്യാൻ പാടുണ്ടോ? ഉമ്മയോ വാപ്പയോ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ സ്വീകരിക്കാൻ അവർക്ക് വയ്യ. അതിന്റെ ഇഷ്ടം, എന്റെ ചോയ്സ്. നിനക്ക് എപ്പോഴാ ഇഷ്ടമുണ്ടായത്? എണീറ്റ് നടക്കാൻ പറ്റാതെ കൈക്കുഞ്ഞായ നിന്നെ അമ്മിഞ്ഞ പാലെന്ന് വളർത്തിയതാ നിന്റെ ഉമ്മ. അത് നീ മറന്നുപോയ പെൺകുട്ടി. എന്റെ ഇഷ്ടം എപ്പോഴാ? നിന്റെ ഇഷ്ടത്തെ പറയാൻ മാത്രം നീ വളർന്നത് എപ്പോഴാ? നിന്റെ ഉമ്മ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? നിന്റെ വാപ്പ നിന്നെ കഷ്ടപ്പെടുത്തി വളർത്തിയപ്പോഴാ? എന്നിട്ട് പറ എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു. ഇത് മുസ്ലിം പറയരുത്. മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടോ? ഇറ്റ് ഡസന്റ് കൺസേൺ മീ. ഞാൻ അതിനെപ്പറ്റി ഒരു വിഷമം എനിക്കില്ല, അവരറിയാത്തവരാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുത്, നമ്മുടെ മക്കൾ ഇത് ചെയ്യരുത്. അവിടെ തുടങ്ങി പിന്നെ എങ്ങനെ അവിടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? അങ്ങനെ ഒളിച്ചോടി ബാംഗ്ലൂരോ മൈസൂരോ ഡൽഹിയിലോ പോയി ദുബൈയിലോ അവിടെ ഇവിടെയും പോയി എന്നിട്ട് കല്യാണം കഴിച്ചു. അള്ളാഹുവിന്റെ നാമത്തിൽ കയറി വരാൻ പറഞ്ഞതാ വിവാഹം. അള്ളാന്റെ നാമത്തിൽ തന്റെ വലിയ കുട്ടിയുടെ കാര്യസ്ഥനാരോ അവര് മുഖാന്തിരം നിക്കാഹിന്റെ വചനം ചൊല്ലിയിട്ട് വേണം ജീവിതത്തിൽ ഹലാലാവാൻ, അന്യരായ രണ്ടാളുകൾക്ക് കൂടെ കിടക്കാൻ. അല്ലേ? ആദ്യം തന്നെ മലിനമാക്കി പ്രേമം കൊണ്ട്. പിന്നെ അവിടെ ബർക്കത്തുണ്ടാവോ? ആദ്യം അതിനെ മലിനമാക്കി. അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് ചെയ്തു. നിങ്ങൾ സംസാരിക്കുന്നു, കാണുന്നു, മെസ്സേജുകൾ കൈമാറുന്നു, മിസ് കോൾ അടിക്കുന്നു, മിസ്സല്ലാത്ത കോൾ അടിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് പിന്നെ ഒരു നിക്കാഹ് വേണമെന്നല്ലേ? ആദ്യമേ മലിനപ്പെടുത്തിയില്ലേ? അതിന്റെ ശുദ്ധത നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ പ്രേമ കല്യാണങ്ങളൊക്കെ തകരുന്നത്. ചിരിക്കുമ്പോഴേക്കും കൂടെ വരുന്ന പെണ്ണാണെങ്കിൽ മറ്റൊരുത്തൻ ചിരിച്ച അവന്റെ കൂടെ അവള് പോവില്ലേ? ചൊർക്ക് കാണുന്ന പെണ്ണിനെ, ഭംഗിയുള്ള പെണ്ണിനെ എല്ലാവർക്കും തോന്നൂലേ പ്രേമിക്കാൻ? അങ്ങനെ ഒരു ചുറുക്കുള്ള പെണ്ണിനൊരുത്തം പ്രേമിച്ചു. അവൾ പറഞ്ഞു ഇവൻ തന്നെ മതി, ഇവളെക്കാളും ഭംഗിയുള്ളവനെ കാണുമ്പോൾ മറ്റോടൊപ്പം പോകുന്നില്ലേ? പോയിട്ടില്ലേ? പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതൊന്നും അള്ളാഹു വെച്ച പരിഹാരമല്ല. ഇങ്ങനെ കണ്ടാചിരിക്കുന്നവർ ചിരിച്ചുകൊണ്ടേയിരിക്കും കാലം മുഴുവൻ. ഇവർക്ക് തന്നെയായിരിക്കും പണി. കുറെ കാലം ജീവിച്ചു മടുത്തു, അടുത്ത ആളെ വേണം. അതിനാ നിക്കാഹ് ചൊല്ലി അള്ളാഹ് പറഞ്ഞു പോലെ വാ. അത് വിജയിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഗത്യന്തരമില്ലാതെ പറഞ്ഞു കൊടുത്ത് മക്കൾക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങാനും അങ്ങനെ ഒരു മുസീബത്തും ബലാവും വന്ന് പെട്ടു എന്ന് വിചാരിക്കുക. കൂടെ ജോലി ചെയ്തിട്ടോ പഠിച്ചിട്ട് +2 കഴിഞ്ഞ മക്കള് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ പ്രേമ കല്യാണങ്ങൾ തുടങ്ങുന്നത് ഗൾഫിൽ. അപ്പോഴാണ് ഇതൊക്കെ തുടങ്ങുന്നത്. പോക്കും വരവും കാണലും കൂടെ ജോലി ചെയ്യലും. ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ ബോധമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. 5 പൈസകൾ ഉമ്മാക്കും വാപ്പാക്കും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളുടെ ദീൻ അവിടെ കളഞ്ഞു കുടിച്ചു പോരരുത്. ദീൻ നഷ്ടപ്പെടുത്തരുത്, ചാരിത്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ ചാരിത്രമാണ്. അത് തന്റെ നിക്കാഹ് ചെയ്ത ഭർത്താവിന്റെ കൂടെ, താൻ നിക്കാഹ് ചെയ്ത് ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഭാര്യയുടെ കൂടെ. ഇതല്ലാതെ ഒരു മുസ്ലിം ചിന്തിക്കാൻ പോലും പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ ആദ്യം ചെയ്ത കുറ്റം വൻപാപമാണ്. സ്വന്തം ഉമ്മയും വാപ്പയും വിഷമിപ്പിച്ചു. ഇതെന്താണ്? കബായിർ, വൻ ദോഷം എന്നാ പറഞ്ഞത്. മേജർ സിൻസ്, മേജർ സിൻസ്. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് തലകുനിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചാലല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കൂലാണ്. അതാണ് വൻപാപം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ തകരുന്നത്. ആദ്യം ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ടാ ഈ പ്രേമ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. ഗത്യന്തരമില്ലാതെ കെട്ടിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും? അതുകൊണ്ടാണ് നിക്കാഹ് പോലും കഴിയാത്ത, എൻഗേജ്മെന്റ് കഴിഞ്ഞ ചെറുപ്പക്കാർ ഭാര്യമാരോട് സംസാരിക്കാൻ നിൽക്കരുത്. അവർക്ക് അനുവദനീയമല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ നിന്റെ ഭാര്യയായിട്ടില്ല, അവൾക്ക് വേറെ ആരും നിക്കാഹ് ചെയ്ത് കൂടെ പോകാം. നിന്റെ ഭാര്യയാവുന്നത് നിക്കാഹ് ചൊല്ലുമ്പോഴാണ്. പടച്ചോനെ നിക്കാഹ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തീരുമാനിച്ചത്. ഒരു വിഷയം വേണ്ട. ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം, ഒരു സ്വകാര്യം. എന്തേ? അമ്മോശനോട് പറയാ. മോശം വർത്താൻ പറയല്ലോ പുതിയാപ്പിളക്ക്. പുതിയാപ്പിളായിട്ടില്ല, പ്രതിശ്രുത വരൻ. അമ്മോശനാക്കനോട് പറയാ, ഒരു കാര്യം ചെയ്യാ, നിക്കാഹ് ഒരു കൊല്ലം ഞങ്ങൾക്ക് എന്തായാലും വർത്താൻ പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ നിക്കാഹിന് ചൊല്ലിത്തരി. എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ ഇന്ന മഹറിന് കല്യാണം കഴിച്ചെന്നു, ഞാനത് സ്വീകരിച്ചു എന്നും പറയാ. നിക്കാഹായല്ലോ. പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് ഉസ്താദിനെയും സംഘന്മാരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇതൊരു കൊല്ലം വരെ പിടിച്ചേക്കാൻ പറ്റില്ല. അത് നിങ്ങൾ സ്വകാര്യമായിട്ട് നിക്കാഹ് പറഞ്ഞൊരു ഫോണിൽ ആയിക്കോട്ടെ.
നിങ്ങളവിടുന്ന് കബൂലും ചെയ്തു, ഞാനത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഈ നിങ്ങൾ വർത്താനം പറഞ്ഞു. സാക്ഷി നിങ്ങൾ ഉണ്ടാക്കിക്കോ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് അതിന്റെ സാക്ഷ്യം കിട്ടണമെങ്കിൽ നിക്കാഹിന്റെ വചനം പുതിയാപ്പിള ചൊല്ലിയേ പറ്റൂ. കോടതിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് സാക്ഷിയുടെ വിഷയം. അല്ലാതെ ഈ നിക്കാഹ് നടക്കും. അങ്ങാടി എന്ന് പറഞ്ഞു, എന്റെ മക്കളെ കല്യാണം കഴിച്ചു, ഞാൻ സ്വീകരിച്ചു. എത്ര സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന ചരിത്രത്തിൽ. പക്ഷെ ഒരു വിഷയം ലീഗൽ അതിന്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി സാക്ഷികൾ വേണ്ടി വരും. ഇല്ലെങ്കിലും നിക്കാഹ് നടക്കും. അപ്പൊ അത് സ്വകാര്യമായിട്ട് അമ്മാഷനോട് പറഞ്ഞുതരാൻ പറയാം. ഒന്ന് നിങ്ങൾ പറഞ്ഞേരി, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, ആയിക്കോട്ടെ. സംഗതി ഹലാലാവൂലേ വർത്താനം പറയല്. പിന്നെ നിക്കാഹിന്റെ ചടങ്ങ് പിന്നെ ചെയ്തോ. ഇൻഷാ അല്ലാഹ്. നിക്കാഹ് നീട്ടിക്കൊണ്ടുപോകരുത്. നിക്കാഹ് ചെയ്തിട്ട് പിന്നെ കല്യാണം